അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ 4 ആയത്തുകളിൽ ഗുഹാവാസികളുടെ സംഭവത്തിൻ്റെ ചുരുക്കം പറഞ്ഞ ശേഷം ഇനി ആ സംഭവം വിശദമായി വിവരിച്ചു തുടങ്ങുകയാണ്. അതിൽ 13, 14 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. നഹ്നു നഖുസു അലൈക നബഅഹും ബിൽ ഹഖി. നബിയെ, താങ്കൾക്ക് അവരുടെ വർത്തമാനം നാം വിവരിച്ചു തരുന്നു. നഹ്നു നഖുസു, നാം കഥ പറഞ്ഞു തരുന്നു, നാം വിവരിച്ചു തരുന്നു. അലൈക, താങ്കൾക്ക്. നബഅഹും, അവരുടെ വർത്തമാനം, അവരുടെ സംഭവം, അവരുടെ കഥ. ബിൽ ഹഖി, സത്യമായിക്കൊണ്ട്, യഥാർത്ഥമായിക്കൊണ്ട്. മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ പോലെ വെറും ഒരു അത്ഭുത കഥയായിട്ട് മാത്രമാണ് ആളുകൾ ഈ സംഭവത്തെ മനസ്സിലാക്കുകയും പറയുകയും ചെയ്തിരുന്നത്. അത് തന്നെ യഥാർത്ഥ സംഭവത്തിൽ പലതും കൂട്ടിച്ചേർത്തും പലതും ഇല്ലാതെയുമാണ് ഈ സംഭവം ആളുകൾക്കിടയിൽ പ്രചരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ചരിത്രത്തിൻ്റെ ശരിയായ വിവരണം ബിൽ ഹഖി, യഥാർത്ഥ രൂപത്തിൽ നാം താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് അള്ളാഹു പറയുന്നത്. ഇതൊരു കേട്ടുകഥയോ കെട്ടുകഥയോ അല്ല, മറിച്ച് നടന്ന സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ്. ഈ സംഭവം മഹത്തായ പാഠങ്ങളും ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഉള്ളതെങ്കിലും എല്ലാവരോടുമായിട്ടാണ് ഇത് പറയുന്നത്. ഇന്നഹും ഫിത്തിയത്തുൻ, തീർച്ചയായും അവർ ഏതാനും യുവാക്കളായിരുന്നു. ഫത എന്നാൽ യുവാവ് എന്നാണ്, അതിൻ്റെ ബഹുവചനമാണ് ഫിത്തിയത്ത്. ഇവിടെ യുവാക്കൾ എന്ന് പ്രത്യേകിച്ചു പറയുന്നു, ആവർത്തിച്ചു പറയുന്നു. നല്ല ആവേശവും നല്ല കർമ്മോത്സുകതയും നല്ല കായിക ബലവുമുള്ള പ്രായമാണ് യുവത്വം. ബുദ്ധിവികാസവും അതിൻ്റെ നല്ല അവസ്ഥയിലെത്തുന്ന സമയമാണ് യുവത്വം. അത്തരം യുവത്വത്തിൻ്റെ പ്രായത്തിൽ നൈമിഷികമായ ആസക്തികൾക്കും പ്രലോഭനങ്ങൾക്കും വശപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. അത്തരം തെറ്റായ വഴികളിലേക്കൊന്നും പോവാതെ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ മാർഗത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുക എന്നത് വലിയ ആദർശധീരരായ യുവാക്കൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അത് എക്കാലത്തെയും യുവാക്കൾക്ക് മാതൃകയാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ യുവാക്കളായിരുന്നു എന്നത് അവരുടെ ശ്രേഷ്ഠത കൂടിയാണ് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അത് എടുത്തു പറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ അധികവും യുവാക്കളായിരുന്നു. പ്രായം ചെന്നവരൊക്കെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. മക്കയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാല മുസ്ലിങ്ങളായ യുവാക്കളുടെ കർമ്മോത്സുകതയും ആദർശവീര്യവും ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഏറ്റവും സഹായിച്ചു എന്നതാണ് ചരിത്രം. ഏതായാലും ഈ യുവാക്കൾ ആമനു ബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ വിശ്വസിച്ചു. ആ നാട്ടിലെ അധികം ആളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവർക്കിടയിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിക്കുന്നവരായി ഈ യുവാക്കൾ. വസിദ്നാഹും ഹുദാ, അവർക്ക് നാം നേർമാർഗം അധികരിപ്പിച്ച് നൽകുകയും ചെയ്തു. അള്ളാഹു അവർക്ക് സന്മാർഗത്തിൻ്റെ വെളിച്ചം കൂടുതലായി അധികരിപ്പിച്ചു കൊടുത്തു. ഉറച്ച ഈമാനുള്ളവർക്ക് അള്ളാഹു ഈമാൻ വർദ്ധിപ്പിക്കുകയും ഹിദായത്തിൻ്റെ വെളിച്ചം കൂടുതൽ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യും. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം ദൃഢീകരിച്ചു. ഹൃദയങ്ങൾക്ക് ഉറപ്പും കരുത്തും നൽകി എന്നർത്ഥം. റബത്ത എന്നാൽ ബന്ധിപ്പിച്ചു, കെട്ടിയിട്ടു എന്നൊക്കെയാണ് ഭാഷാർത്ഥം. ഇവിടെ അവരുടെ ഹൃദയങ്ങളെ സത്യദീനുമായി ഏറ്റവും നന്നായി ബന്ധിപ്പിച്ചു, ഉറപ്പിച്ചു നിർത്തി എന്നാണ് റബത്തുന അലാ ഖുലൂബിഹിം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കുടുംബവും സമ്പത്തും നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച ആ യുവാക്കൾക്ക് മനക്കരുത്ത് നൽകുക എന്നത് അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ദീനിനോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തി ചാഞ്ചാട്ടമില്ലാത്ത വിധം ഉറപ്പിച്ചു നൽകിയത്. ഇത് കാമു, അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ. അവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഈ ഉറച്ച നിലപാടുമായി മുന്നോട്ട് വന്നപ്പോൾ, ധൈര്യസമേതം മുന്നോട്ട് വന്നപ്പോഴാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ വിശ്വാസവുമായി ഉറപ്പിച്ചത്. അവർ സ്വീകരിച്ച ആ ധൈര്യപൂർവമുള്ള നിലപാട് സംഭവിച്ചത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ദൃഢീകരിച്ചതിനോടൊപ്പമായിരുന്നു എന്നും പറയാം. ഒരു വിശ്വാസിക്ക് വിശ്വാസപരമായി ഉറച്ച നിലപാടുണ്ടാവുമ്പോൾ അള്ളാഹു സഹായിക്കും എന്നാണ് ഇതിനർത്ഥം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതായത് ധൈര്യത്തോടെയുള്ള നിലപാടെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹു ഈമാനികമായ കരുത്ത് നൽകിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അവർ പ്രഖ്യാപിച്ചു, റബ്ബുന റബ്ബു സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്.
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന അള്ളാഹു, അവൻ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ റബ്ബ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, അവനെ കൂടാതെ ഞങ്ങൾ ഒരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെയായാൽ അതായത് അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ലഖദ് ഖുൽനാ ഇദൻ, അപ്പോൾ ഞങ്ങൾ പറയുക തന്നെ ചെയ്യുകയല്ലേ. ശതത കളവ്, അസത്യം. ശതത എന്നാൽ സത്യത്തിൽ നിന്നും ശരിയായ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോവുക എന്നാണ്. റോമിലെ ഭരണാധികാരിയും നാട്ടുകാരും ഈ തെറ്റായ വഴിയിൽ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവാരാധനയിലും അങ്ങേയറ്റം മുഴുകിയ സാഹചര്യത്തിലാണ് അവർക്ക് മുന്നിൽ ഈ യുവാക്കൾ അവരുടെ ഉറച്ച നിലപാടായ ഏകദൈവ വിശ്വാസം സധൈര്യം പ്രഖ്യാപിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു ആ യുവാക്കളുടെ നിലപാടിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. സത്യദീനിൽ ഉറച്ച വിശ്വാസമുള്ളവരായി ജീവിച്ച് സത്യവിശ്വാസികളായി തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.